ഹായ് ആൾ, വെൽക്കം ടു റംലാസ് കരിയർ ക്യാപ്സൂൾസ്. ഇന്നത്തെ കരിയർ ക്യാപ്സൂളിൽ നമ്മൾ MCC കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 1. MCC കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സമയത്ത് എന്തെല്ലാം രേഖകളാണ് കയ്യിൽ കരുതേണ്ടത്? കൗൺസിലിംഗ് രജിസ്ട്രേഷന് മുമ്പേ തന്നെ നിങ്ങളുടെ കയ്യിൽ SSLC ബുക്കിൻ്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റ് കോപ്പി, നീറ്റ് അഡ്മിറ്റ് കാർഡ്, സ്വന്തമായിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫീ അടയ്ക്കാനായിട്ട് ഇ-കൊമേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സ്വന്തം പേരിലുള്ളതാണ് ഏറ്റവും ഉത്തമം. ഫീസ് ഇനത്തിൽ ജനറൽ EWS കാറ്റഗറിക്കാർ 11,000 രൂപയും OBC SC ST കാറ്റഗറിക്കാർ 5,500 രൂപയും, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ 2,05,000 രൂപയും ഫീസ് ഇനത്തിൽ കരുതേണ്ടതാണ്. എല്ലാ വിഭാഗക്കാരും അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയോ ക്യാൻസൽഡ് ചെക്കിൻ്റെ കോപ്പിയോ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനായി കരുതി വെക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ മെഡിക്കൽ സീറ്റ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ MCC കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? MCC കൗൺസിലിങ്ങിൽ കേരളത്തിലെ കോളേജുകളിലെ 15% സീറ്റുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സീറ്റുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി MCC കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. ചോദ്യം 3, നീറ്റ് എഴുതിയ എല്ലാവർക്കും MCC കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനാവുമോ? നീറ്റ് എഴുതി എന്നുള്ളത് MCC കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയല്ല. 720 മാർക്കിൽ യോഗ്യതാ മാർക്കുകളായ ജനറൽ EWS കാറ്റഗറിക്കാർക്ക് 213 അതിൽ കൂടുതലോ ലഭിച്ചാൽ, അതേപോലെ OBC SC ST കുട്ടികൾക്ക് 177 മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചവർക്കാണ് MCC കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനാവുക. അടുത്ത ചോദ്യം, ഒരു കുട്ടിക്ക് എത്ര ചോയ്സുകൾ നൽകാനാവും? നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് തന്നിരിക്കുന്ന മുഴുവൻ കോളേജുകളിലേക്കും ഓപ്ഷൻ നൽകാം. മുൻഗണനാ ക്രമം അനുസരിച്ചായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അടുത്ത ചോദ്യം, ആദ്യ റൗണ്ടിലെ ചോയ്സുകൾ തന്നെ പിന്നീടുള്ള റൗണ്ടുകളിൽ നിലനിൽക്കുമോ? ഇല്ല, ഓരോ റൗണ്ടിലും നമ്മൾ പ്രത്യേകം ചോയ്സുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായി, ചോയ്സുകൾ ലോക്ക് ചെയ്യണമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? അവസാന ദിവസം വരെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കൊടുത്ത ഓപ്ഷനുകൾ മാറ്റം വരുത്താനുള്ള അവസരമുണ്ടാവും. ചോയ്സുകൾ നാം സ്വന്തമായി ലോക്ക് ചെയ്യുകയോ അല്ലാത്ത പക്ഷം സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യുകയോ ചെയ്യും. അതിനുശേഷം കൊടുത്ത ഓപ്ഷനുകളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അടുത്തതായി ചോദ്യം, MCC വഴി അപേക്ഷിക്കുന്ന എല്ലാ കോളേജുകളിലും ഒരേ ഫീസാണോ? അല്ല, ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥാപനങ്ങളിൽ ഫീസുകളിൽ വ്യത്യാസമുണ്ട്. MCC വെബ്സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഈ ഫീസ് നോക്കി ഉറപ്പുവരുത്തി ഓപ്ഷൻ നൽകാം. അടുത്ത ചോദ്യം, ESI കോട്ട സീറ്റുകളിലേക്ക് MCC വെബ്സൈറ്റ് വഴി തന്നെയാണോ അപേക്ഷിക്കേണ്ടത്? അതെ, ESI ആനുകൂല്യമുള്ള കുട്ടികൾക്ക് MCC വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ സമയത്ത് ESI കോളേജുകൾ 2 കാറ്റഗറിയിലായി കാണിക്കും. അത് അവർക്ക് ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത ചോദ്യം, ഒന്നാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജും കോഴ്സും പൂർണ്ണമായി തൃപ്തികരമാണെങ്കിൽ ഓപ്ഷൻ ഫ്രീസ് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കാം. ക്ലാസ് തുടങ്ങുന്നതുവരെ കാത്തിരിക്കാം. ഇനി ലഭിച്ച ഓപ്ഷനുകൾ തൃപ്തികരമല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടി മികച്ച കോളേജുകളിൽ കിട്ടുന്നതിനായി ഫ്ലോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താം. കോളേജുകൾ നേരിട്ട് പോകാതെ ഓൺലൈനായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അപ്ഗ്രഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അലോട്ട്മെൻറ്റ് ഒന്നും ലഭിക്കാത്തവർക്ക് വീണ്ടും ചോയ്സ് ഫിൽ ചെയ്യാം. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ സീറ്റ് വേണ്ടെന്ന് വെച്ച് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതും കൂടിയാണ്. അടുത്ത ചോദ്യം, രണ്ടാം റൗണ്ട് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് ലഭിച്ചാൽ വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുമോ? വെക്കാം, പക്ഷേ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും ഡെപ്പോസിറ്റ് എമൗണ്ടും നഷ്ടപ്പെടും. മൂന്നാം റൗണ്ടിലേക്ക് വീണ്ടും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാവുന്നതാണ്.
മൂന്നാം റൗണ്ടിൽ കോളേജിൽ നേരിട്ടുള്ള റിപ്പോർട്ടിംഗ് നിർബന്ധമാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് തുടർന്നുള്ള റൗണ്ടുകളിൽ പങ്കെടുക്കാം. അടുത്ത ചോദ്യം, എയിംസ്, ജിപ്മർ, AFMC, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നിവയുടെ കൗൺസിലിംഗ് എങ്ങനെയാണ്? ഈ സ്ഥാപനങ്ങളിലേക്കും MCC വെബ്സൈറ്റ് വഴി തന്നെയാണ് അലോട്ട്മെൻറ്റുകൾ. മുൻഗണനാ ക്രമത്തിൽ കോളേജുകൾ ചേർക്കാവുന്നതാണ്. അടുത്തത്, MCC വഴിയുള്ള നഴ്സിംഗ് സീറ്റുകൾ എങ്ങനെയാണ് ലഭിക്കുക? ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള നഴ്സിംഗ് സീറ്റുകൾക്ക് വേണ്ടിയും ഇതേ വെബ്സൈറ്റ് വഴി തന്നെയാണ് നാം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. MCC അലോട്ട്മെൻറ്റുമായി വിദ്യാർത്ഥികളുടെ നിരന്തരമായുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരിയർ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.